Assalamu alaikum dear friends and once again welcome back to Arif Home Cooking and Vlogs. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായി ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഏറ്റവും മുകളിൽ കാണുന്ന ബെല്ലും കൂടി ഒന്നടിച്ചിട്ടേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോയിലെ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ടിപ്പ് നമ്പർ 1. സാധാരണ രീതിയിൽ നമ്മുടെ വീട്ടിലെ അലമാരയുടെ മിററും അതുപോലെ തന്നെ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയും ഒക്കെ എപ്പോഴും തന്നെ പെട്ടെന്ന് ഒരു അഴുക്ക് പിടിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത്. എണ്ണമയവും കാര്യങ്ങളൊക്കെ പറ്റിപ്പിടിച്ചിട്ട് അത് കൂടുതൽ അഴുക്കിങ്ങനെ പറ്റിപ്പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ളൊരു കുഞ്ഞു ടിപ്പാണിത്. നമ്മുടെ വീട്ടിൽ പലരും ഉപയോഗിക്കാറുണ്ട് മൗത്ത് വാഷ്. അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് അല്പം കുറച്ച് തുള്ളികൾ നമ്മൾ ഈ അലമാരയുടെ ഗ്ലാസ്സിലേക്കാണ് ഇതുപോലെ തുള്ളിയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഞാൻ തുടച്ച് മാറ്റിയിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിൻ്റെ അംശം പോകുന്നവരെ നമ്മൾ നന്നായിട്ട് തുടച്ച് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് തുടച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മിറർ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മുഖം നോക്കുമ്പോഴൊക്കെ നല്ല ഒരു ക്ലിയർ ആയിട്ടാണ് നമ്മൾ ഫേസൊക്കെ ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് വീഡിയോയിലെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ടിപ്പ് നമ്പർ 2. നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പാറ്റ, പല്ലി, ഉറുമ്പ്, ഈച്ച തുടങ്ങിയ പ്രാണികൾ കിച്ചൺ ടോപ്പിലൊക്കെ വരാതിരിക്കാനായിട്ടുള്ള ഒരു കുഞ്ഞു സൂത്രമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതിനായിട്ടൊരു ബൗളിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്തത് കുറച്ച് വിക്സ് ആണ്. വിക്സ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലയിപ്പിച്ചെടുക്കണം. അതിനാണ് ചൂടുവെള്ളം നമ്മൾ ഒഴിക്കാനായിട്ട് പറഞ്ഞത്. ചൂടുവെള്ളത്തിൽ മാത്രമേ ഇത് അലിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വിക്സ് ഇവിടെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തത് 1 ടേബിൾ സ്പൂൺ അളവിൽ കല്ലുപ്പാണ്. കല്ലുപ്പും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. കൂടെ തന്നെ നമ്മൾ ചേർത്തത് വിനാഗിരിയാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പർ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത ന്യൂസ് പേപ്പർ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കിച്ചൺ സ്റ്റൗവില്ലേ, നമ്മുടെ സ്റ്റൗവിൻ്റെ അടിയിലും അതുപോലെ തന്നെ നമ്മൾ മിക്സിയൊക്കെ വെക്കുന്ന മിക്സിയുടെ തറയിലുള്ള ആ ഒരു ഭാഗത്തും അതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെ പൊടികളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്തുമൊക്കെ നമ്മൾ ഈ ഒരു ന്യൂസ് പേപ്പർ ഈ വെള്ളത്തിൽ മുക്കിയ ശേഷം വച്ച് കൊടുത്താൽ അവിടെ ആ ഒരു സ്ഥലത്തേക്ക് പല്ലി, പാറ്റ, ഉറുമ്പ് ഇതൊന്നും തന്നെ വരുന്നതല്ല. അപ്പോൾ നല്ലൊരു ടിപ്പാണിത്. നമുക്ക് എപ്പോഴും ശല്യക്കാരാണ്. നമുക്ക് ഈ മിക്സിയുടെ അടിയിലൊക്കെ പാറ്റകൾ കയറിയിരിക്കുന്നത് വളരെ ശല്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിതാ ഇവിടെയൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാനൊന്ന് ഈ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഈ വീഡിയോയിലെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ടിപ്പ് നമ്പർ 3. ഞാൻ ഇവിടെ കുറച്ച് ഗ്രാമ്പു ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയാണ്. നാരങ്ങ ഇതുപോലെ 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കൊതുക് ശല്യം അകറ്റാനായിട്ടുള്ള ഒരു ടിപ്പാണ്. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്റ്റഡി ടേബിള് അതുപോലെ തന്നെ ഹാള്, സിറ്റ് ഔട്ട് അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നാരങ്ങ 2ആയിട്ട് മുറിച്ചതിന് ശേഷം ഗ്രാമ്പു നമ്മൾ ഈ നാരകത്തിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. നാരങ്ങയുടെയും ഈ ഗ്രാമ്പുവിൻ്റെയും ചേർന്നിട്ടുള്ള നല്ലൊരു മണമാണ് നമുക്ക് കിട്ടുക. ഈ ഒരു മണം പ്രാണികളെ തുരത്തുവാൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ സന്ധ്യാസമയങ്ങളിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമ്മളെ വീട്ടിലേക്ക് കടന്നു വരുന്ന കൊതുകുകളെ തുരത്തുവാൻ നല്ലൊരു മാർഗമാണ്. ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഈ വീഡിയോയിലെ 4ാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ടിപ്പ് നമ്പർ 4. ഇന്ന് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കഴുത്തിൻ്റെ പുറകിലെ കറുപ്പും അതുപോലെ തന്നെ കൈക്കുഴികളിൽ കാണപ്പെടുന്ന കറുപ്പും. അത് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഈ പറയുന്ന ടിപ്പൊന്ന് ചെയ്ത് നോക്കിയാൽ മതി.
എന്തായാലും നല്ലൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുറി നാരങ്ങാ നീരെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് അത് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ എടുത്തത് അല്പം കോൾഗേറ്റും കൂടിയാണ്. കോൾഗേറ്റും നാരങ്ങാ നീരും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആ നാരങ്ങയുടെ തൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് കഴുത്തിൻ്റെ പുറകിലും അതുപോലെ തന്നെ കൈക്കുള്ളിലുമൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കൈക്കുഴിയിലെയും അതുപോലെ തന്നെ കഴുത്തിൻ്റെ പുറകിലെയും ആ ഒരു കറുപ്പിന് ഒരു പരിധി വരെ നമുക്കൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ കിച്ചണിലൊരു നല്ല സ്മെല്ല് കിട്ടുന്നതിനും അതുപോലെ തന്നെ പാറ്റയും പല്ലിയും കിച്ചൺ ടോപ്പിലൊക്കെ കയറി നടക്കാതിരിക്കുന്നതിനും ഒക്കെയുള്ള ഒരു ടിപ്പാണിത്. ഇത് നമുക്ക് ഹാളിലെ ടേബിളിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കാവുന്നതാണ്. അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ചന്ദനത്തിരിയാണ്. ചന്ദനത്തിരിയുടെ കോല് നമുക്ക് ആവശ്യമില്ല, അതിൻ്റെ പുറത്തുള്ള ആ മരുന്നുകൾ മാത്രം നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ചന്ദനത്തിരിയുടെ ആ മരുന്നുകൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. ഫുള്ളായിട്ട് തന്നെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് 1 ഗ്ലാസ് അളവിൽ സാദാ വെള്ളമാണ്. വെള്ളവും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് ഒന്ന് മിക്സ് ആക്കാനായിട്ട് വെക്കാം. കുറച്ച് സമയം ഇത് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. 3-4 മണിക്കൂർ ഇത് ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം ഞാനൊന്ന് നല്ലതുപോലെ അലിയിപ്പിച്ച് എടുത്തതാണ്. അലിയിപ്പിച്ച് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണിത്. അപ്പോൾ നമുക്ക് സ്പ്രേ ബോട്ടിലൊക്കെയാണ് നമ്മൾ സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തന്നെ ഈ കുപ്പിക്കുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഈ ബോട്ടിലിൻ്റെ മൂടിയിൽ ഞാനൊരു ഹോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് അടച്ചെടുക്കാം. രാത്രി സമയത്ത് നമ്മുടെ കിച്ചണിലെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം നമുക്ക് ഇത് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കിച്ചൺ ടോപ്പിലും അതുപോലെ തന്നെ അടുപ്പിൻ്റെ മേലും ഡൈനിങ് ടേബിളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചിടാം. അങ്ങനെ തുടച്ചിടുകയാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും നമ്മുടെ കിച്ചണിൽ കിട്ടുക. അതുപോലെ തന്നെ പാറ്റ, പല്ലി അവയുടെ ശല്യവും നമുക്ക് ഒരു പരിധി വരെ മാറ്റാനായിട്ട് സാധിക്കും. ഈ പാറ്റ എന്നൊക്കെ പറയുന്നത് ഫുഡ് പോയ്സണും കൂടി ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് ഇവയുടെ ഒക്കെ ശല്യം നമ്മളെ വീട്ടിൽ നിന്നും മാറേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോയിലെ ഒരു ടിപ്സെങ്കിലും ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി.